ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവും. ഏതൊക്കെ ടൈപ്പ് വയറുകളാണ് നമുക്ക് വേണ്ട സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ നിന്ന് നോക്കുക, മീറ്റർ ബോക്സിൽ നിന്ന് ഡി ബിയിലേക്കുള്ള വയർ ഏതാണെന്നാണ് നമുക്കറിയേണ്ടത്. സിംഗിൾ ഫേസ് ഡി ബി ഉണ്ട്, 3 ഫേസ് ഡി ബി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ആംബിയർ മാക്സിമം എടുക്കുന്നതാണ്, അതായത് മെയിൻ വയറാണ്. മെയിൻ വയർ ആയതുകൊണ്ട് നമുക്ക് 6 സ്ക്വയർ mm തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ആംബിയറും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ട് മീറ്റർ ബോക്സിൽ നിന്നും ഡി ബിയിലേക്ക് വരുന്ന വയർ നമ്മൾ 6 സ്ക്വയർ mm തന്നെ ഇടുക. ഇനി മീറ്ററിൽ നിന്നും ഫ്യൂസ് യൂണിറ്റിലേക്കും കൊടുക്കേണ്ടത് 6 സ്ക്വയർ തന്നെ ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനി അടുത്തത് നോക്കാം. നമുക്ക് ELCBയിൽ നിന്നും ഐസൊലേറ്ററിലും അതിനുശേഷം ഐസൊലേറ്ററിൽ നിന്ന് ELCBക്ക്, അതുപോലെ തന്നെ ELCയിൽ നിന്നും MCBയിലേക്കായാലും ലിങ്ക് കൊടുക്കുന്നത് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ 6 സ്ക്വയർ mm തന്നെ വയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ELCBയിൽ നിന്നും നേരെ MCBയിലേക്ക് വരുന്ന ലിങ്ക് കൊടുക്കേണ്ട വയറുകളെല്ലാം തന്നെ 6 സ്ക്വയർ തന്നെ കൊടുക്കുക. ഇനി അടുത്തത് ഐസൊലേറ്ററിൽ നിന്നും ELCBയിലേക്ക് വരുന്നു. ഐസൊലേറ്ററിൽ നിന്ന് ELCBയിലേക്ക് വരുന്ന വയറും 6 സ്ക്വയർ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ELCBയിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്ഷനിലേക്ക് പോകുന്ന വയറുകളെല്ലാം തന്നെ. ഇനി നമ്മൾ നോക്കുന്നത് ഇൻവെർട്ടർ സർക്യൂട്ട്. ഇൻവെർട്ടറിന് കൊടുക്കുന്ന വയർ ഏതാണെന്ന് നോക്കണം. ഇൻവെർട്ടറിൻ്റെ ഫേസിന് നമ്മൾ കൊടുക്കേണ്ട വയർ ഏതാണ്, അത് നമ്മൾ മെയിനായിട്ട് ചാർജിങ്ങും വരുന്നുണ്ട്. ഇൻവെർട്ടർ സെക്ഷനിൽ ചാർജിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഈ രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ 2.5 സ്ക്വയർ 2.5 സ്ക്വയർ mm വയർ യൂസ് ചെയ്താൽ മതി. അത് തന്നെ ധാരാളമാണ്. കാരണം അത്രയും ആംബിയറെ നമ്മൾ മാക്സിമം ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു 2500-3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുകളിലേക്ക് മാക്സിമം അത്രയും തന്നെ മതിയാവും. 2.5 mm സ്ക്വയർ ഉപയോഗിക്കാം നമുക്ക്. ഇനി വരുന്ന പവർ സർക്യൂട്ടുകളാണ്. പവർ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. പിന്നെ അതിന് കിച്ചൺ സർക്യൂട്ടിലാണ് കൂടുതൽ വരുന്നത്. കിച്ചൺ സർക്യൂട്ടുകളിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കുത്തുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ സർക്യൂട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് 2.5 സർക്യൂട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ ഫേസും നമുക്ക് ഉപയോഗിക്കണം, ന്യൂട്രലും 2.5 ഉപയോഗിക്കാം. പിന്നെ വരുന്ന എർത്ത് നമുക്ക് 1.5 യൂസ് ചെയ്താലും മതി. അതായത് ഫേസ് ന്യൂട്രും 2.5 എർത്ത് നമുക്ക് 1.5 സർക്യൂട്ട് വയർ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇൻവെർട്ടർ ഫേസ് വരുന്നുണ്ട്, മാസ്റ്റർ ഫേസ് വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന രീതി. ഇനി നമ്മൾ നോക്കുന്നത് ഇൻവെർട്ടർ ഫേസ് അല്ലെങ്കിൽ റൂം സർക്യൂട്ടുകളിലേക്ക് വരുന്ന ഫേസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ സാധാരണ പോലെ തന്നെ റൂം സർക്യൂട്ടിൽ ഫേസ് വരുന്നുണ്ട്, 2.5 യൂസ് ചെയ്യാം നമുക്ക്. അത് പിന്നെ ന്യൂട്രൽ വരുന്നുണ്ട്, ന്യൂട്രലും 2.5 യൂസ് ചെയ്യാം. എർത്ത് വരുന്നുണ്ട്, എർത്ത് നമുക്ക് 1.5 യൂസ് ചെയ്താൽ മതി. 1.5 സ്ക്വയർ അതായത് വയർ 1.5 നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി വരുന്ന സർക്യൂട്ട് റൂം സർക്യൂട്ടിൽ തന്നെ വരുന്നതാണ്. ഇതാണ് മെയിനായിട്ട് സർക്യൂട്ട് വരുന്നത്. ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, അതായത് റൂം സർക്യൂട്ടിൽ വരുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് വരുന്നുണ്ട്. ഇൻവെർട്ടർ കൂടി നമുക്ക് ഉപയോഗിക്കുന്നത് 1.5 സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ മാസ്റ്ററും ഇതുപോലെ തന്നെ 1.5 സ്ക്വയർ വയർ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതാണ് ഒരു മെയിനായിട്ട് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ. ഇനി അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് AC യുടെ വയർ നമ്മൾ വിട്ടുപോയതല്ല. AC യുടെ വയർ നമുക്ക് 2.5 തന്നെ ധാരാളം മതി. കാരണം പണ്ടൊക്കെയാണ് 4 കാര്യങ്ങളൊക്കെ വലിച്ചു കൂട്ടിയിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 2.5 വയർ തന്നെ ACക്ക് ധാരാളമാണ്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായ 1.5 ടൺ AC ആണെങ്കിൽ കൂടി നമുക്ക് 2.5 വയർ ധാരാളം മതിയോ. പിന്നെ ലൈറ്റ് ഫാനിനൊക്കെ നമുക്ക് 1 സ്ക്വയർ വയർ mm മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീടുകളിലേക്ക് വേണ്ട വയർ വലിക്കുന്ന സമയത്ത് എത്ര സ്ക്വയർ mm വയറുകൾ കാര്യങ്ങൾ ഏതൊക്കെ വയറുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ്, ഫാൻ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് 1 സ്ക്വയർ വയർ വലിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്.